നമ്മൾ ഈ ബാഗ് കണ്ടു വെച്ചൊക്കെ നിൽക്കോ. എനിക്ക് ഡിക്കില് കഴിഞ്ഞ സ്ഥലല്ലടാ. അത് താഴെ വെച്ചോ, താഴെ വെക്ക്. എന്തെല്ലാരും എന്നെ തട്ടി കളിക്കാല്ലേ നിങ്ങള് രണ്ടാളും. ഡിക്കിലാണെങ്കിൽ മക്കളെ ആകെ ക്യാമ്പിങ് ആക്സസറീസ് ആണ്. വാവ്, ഇതിന്റെ മേലെ ഇത് വെച്ചാ ഒന്നും കാണണ്ട. തലാണ ഇങ്ങനത്തെ വെച്ചാ മതിയാ. അപ്പൊ കാണണ്ടാ, കാണുവോ? ഡൺ ഡൺ ഡൺ. So we are going. നീ പറഞ്ഞോ, നിനക്ക് എന്താ പറയാനുള്ളത്? പറയടാ. ലെഗോ അല്ല നോർമൽ സ്റ്റേക്കേഷൻ ആണ്. നമ്മൾ എവിടേക്കാ പോണത്? ഏത് ഹോട്ടലിലേക്കാ പോണം നമ്മൾ? അല്ല, ഹോട്ടലിന്റെ പേരറിയൂ? നമ്മൾ പോണത് ഷെറട്ടൺ ഹോട്ടൽ ഷാർജ. കമന്റ് അതെന്തിനാ? ആരെങ്കിലും ഷെറട്ടണിൽ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, അവിടേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ഇനി നോക്കിയിട്ട് നമുക്ക് പറയാം അല്ലേ? ഓക്കെ, ബൈ ബൈ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. ബാബാ ബാബാ, can you speak? Bye bye. Okay, bye bye guys. Yeah. Adoru Charlotte. Press ചെയ്താ 4 മേലക്ക് പ്രസ് ചെയ്യ്. ഏതാടാ ഈ? You can keep it here. Okay, കാർഡ് കൂടെ വെക്ക്. അത് കൊടുക്ക്. Okay, thank you. Okay. ചെരുപ്പാട് ഊരിട്ടോ. Thank you. Yes, this is our room. ലോങ് മിറർ ഉണ്ട്. വാട്ടെ ബെഡ്. ഞാനത് ലോങ് വ്യൂലിടാം. സൂര്യടല്ല. യെസ്, സോ ദിസ് ഇസ് ദ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ പോകും നമ്മൾ. അയ്യോ, ഇതെങ്ങനെയാ കിടക്കുക? റഹ്മാനായി, ഇതെങ്ങനെയാണ്? എന്താ? ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ബാൽക്കണി ഒന്ന് കാണിക്കട്ടെ. ബാൽക്കണി, യെസ്, ഇറ്റ്സ് ഓപ്പൺ. അയ്യാ, ഇതാണ് ബാൽക്കണി വരുന്നത്. ആൻഡ് ദ വ്യൂ ഇസ് നൈസ്. വാഷ്റൂം നല്ല വിശാലമായ വാഷ്റൂം വരുന്നുണ്ട്. സ്കൂളിലേക്ക് പോവുകയാണ്.
ഇവിടെ വന്ന നെക്സ്റ്റ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് പൂൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പൂളിൽ പോകുന്നു. ലിഫ്റ്റിൽ കയറി. ഗ്രൗണ്ടിലാണ് ക്ലബ് ഏരിയ ഉണ്ട്. അപ്പൊ നമ്മള് മിക്കുവാനായിട്ട് എവിടെ പോകുന്നേ? നമ്മൾ എവിടെയാ പോകുന്നേ? പൂളിലേക്കല്ല, ഫസ്റ്റ് നമ്മൾ പോണത് കിഡ്സ് ക്ലബ്. നോക്കിട്ട് വരാം. ഫണ്ണായിട്ട് വരാം. ഞങ്ങൾ നൈസായിട്ട് പ്ലാൻ മാറ്റി. നമ്മൾ ആദ്യം അപ്പോൾ പൂള് കണ്ടപ്പോൾ പൂളല്ല, ബീച്ചിൽ നമുക്കിപ്പോഴാണ് ആക്സസ് ഉള്ളത്. അപ്പോൾ രാവിലെ എന്തായാലും ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. കിഡ്സ് ക്ലബ്ബ് നാളെ രാവിലത്തേക്ക് ഞങ്ങൾ മാറ്റി. അപ്പോൾ എന്തായാലും പൂളല്ല, കിഡ്സ് ബീച്ചാണ്. എന്താ ബീച്ചിലേക്ക് പോകണം. ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ പൂള് കണ്ടപ്പോൾ മിക്കുവിന് പൂള് മതി, ബീച്ച് വേണ്ട. സോ നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി. നമ്മൾ മിക്കയും പൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീച്ച് വ്യൂ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ബീച്ചിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ബീച്ച് വ്യൂ. കുറേ ആൾക്കാർ കളിക്കുന്നു. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതുപോലെ സ്റ്റേക്കേഷന് വരുമ്പം ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂറോപ്യൻസൊക്കെ ഇല്ലേ, അവരൊക്കെയാണ് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു കപ്പിൾസിനെ, അപ്പം അതുപോലെയുള്ള കപ്പിൾസിനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഇവിടെ. കാരണം അവരവരുടെ ആ ഒരു എന്താ പറയുക, ആ പ്രായമായിട്ടുള്ളൊരു സമയത്ത് ആ കപ്പിൾസ് വന്നിട്ട് എൻജോയ് ചെയ്യുന്നത് ഇതുപോലത്തെ എന്താ പറയുക ഹോട്ടൽസിൽ, റിസോർട്ട്സിലൊക്കെയാണ്. ഞങ്ങൾ എപ്പോൾ സ്റ്റേക്കേഷന് പോയാലും ഞങ്ങൾ നോട്ടീസ് ചെയ്യാറുള്ളൊരു കാര്യമാണ്, ഇതുപോലെ കുറച്ച് പ്രായമായിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കും. എല്ലാ ഹോട്ടൽസിലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഈ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ, അതായത് കേരളത്തിലൊക്കെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി പാരൻസ് ചെയ്യുന്നത് എന്താ, അവരുടെ ആ ഒരു നല്ല ലൈഫ് അവർ മക്കൾ എന്ന് പറഞ്ഞിട്ട് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തിട്ട് അവരവരുടെ നല്ല സമയമൊക്കെ കളയും. അവർക്ക് വേണ്ടിയിട്ടൊന്നും എന്താ പറയുക, അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടി അവരൊന്നും ഏൺ ചെയ്യാറില്ല. അപ്പോൾ പക്ഷേ നമുക്കറിയാം, ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് അവർ കുറച്ചെങ്കിലും അവരുടെ സേവിങ്സ് മാറ്റി വെച്ച്, ഇതുപോലെ പ്രായമാവുമ്പം എന്തായാലും നമുക്ക് വൺ ഡേ എന്തായാലും എല്ലാവർക്കും പ്രായമാവും, നമ്മൾ എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകും. അപ്പം ആ സമയത്ത് നമുക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ നമുക്കൊരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഈ പാരമ്പര്യമായി കൊണ്ടുവരുന്നൊരു സംഭവം അത് മാറാൻ സമയമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്, ഇനി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഇനിയുള്ള തലമുറയെങ്കിലും, അതായത് മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വിട്ടിട്ട് നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സേവിങ്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പ്രായമാവുന്ന സമയത്തൊക്കെ നമുക്ക് ഈ മക്കളുടെ ഒന്നും ഹെൽപ്പില്ലാതെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഈ ഒരു ബീച്ച് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റണ്ണിങ്. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഹോട്ടൽ, ഇതാണ് ഹോട്ടലിൻ്റെ നമ്മൾ പുറത്തു കൂടെ, അതായത് റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഏരിയ ആണിത്. പക്ഷെ
നമുക്ക് ഇത്രയും വിസിബിലിറ്റി കിട്ടാറില്ല. ബട്ട് ഇറ്റ്സ് ടു ഗുഡ്, ടു ഗുഡ്. ഇതാണ് ബീച്ച്. നമുക്ക് പ്രൈവറ്റ് ബീച്ചാണ്. പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കളിക്കാം, കുളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. 6 PM വരെ നമുക്കിവിടെ നമുക്കിവിടെ അലൗഡ് ആണ്. പക്ഷേ മിക്കു തീരെ സമ്മതിക്കാത്ത കാരണം നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റാത്ത അവസ്ഥയായി. എനിവേ ദിസ് ഇസ് ടു ഗുഡ്. ഇഷ്ടമുണ്ടല്ലോ വരാൻ പൂളിൽക്ക്, അല്ല ബീച്ചിൽക്ക്. സാധനങ്ങളൊക്കെ അടച്ചോ? ആന നീ ചമ്പി അത് പോയി. അപ്പോൾ ഇന്ന് 1 o'clock വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു രസം. അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സ്റ്റേ. മിക്കോ എൻജോയ് ചെയ്തില്ലേ? നമുക്ക് കുറച്ച് വിശന്നിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ലിഫ്റ്റ് വന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ ഇല്ല. നമ്മൾ ഈ പാക്കേജിൽ നമ്മളിത് എടുത്തിട്ടില്ല. സോ നമ്മൾ എണീക്കുമ്പോൾ ഒരു 11:30 ഒക്കെ ആയി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. ഇപ്പോൾ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വെയിറ്റിംഗ് ആണ്. മിക്കുനാണെങ്കിൽ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഷെറട്ടൺ ഹോട്ടൽ. ഫുഡ് വന്നു. നമ്മൾ ബീച്ചിൽ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കണം. അവിടെ അലൗഡ് ആണോ എന്നറിയില്ല, നോക്കാം. ബർഗർ ഇതാവും. അതാണോ ബർഗർ? ഇതിൽ നിന്നാ ഷവർമയോ? ബർഗറുണ്ട്, ഷവർമയുണ്ട്, ഡൈനാമൈറ്റ് ഷ്രിമ്പ് ഉണ്ട്. അതിന് വിശന്നിട്ടാണ്. നിങ്ങളെ നോക്കി പേടിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? കുട്ടിനെ വെയിറ്റ് ചെയ്ത് തരാം. ഞാൻ ചൂടുണ്ട്. നല്ല തൊട്ടോക്ക്. ചൂടായ ബാബയുടെ ഫേസ് നോക്കട്ടെ. മിക്കുന് വിശക്കുണ്ടോ? മിക്കോ ഞാൻ അതുകൊണ്ട് ചൂടാറിയിട്ട് തരാൻ വെച്ചിട്ട് ഞാൻ നിന്നത്. എന്തെങ്കിലും ചെയ്തോ? ഈ എന്റെ ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ബീച്ചിലെടുത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇതാണ് ഡൈനാമൈറ്റ് ഷ്രിമ്പ്. ഇതെങ്ങനെയുണ്ട്? ടേസ്റ്റ് നോക്കി നോക്ക്. അതുണ്ട് ഷവർമ. അടിപൊളി ഷവർമ. ചൂട് കളിക്ക്. കുട്ടനാടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെ. കളർ ചെയ്തിട്ടുണ്ടല്ലോ. ഒറ്റക്ക് ചെയ്യുന്നതാ? താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. മിക്കു കളർ ചെയ്ത ഒരു പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. മിക്കുവിനെ കിഡ്സ് ക്ലബിലാക്കിയിരിക്കായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 4:45 സമയമായി. ഇപ്പോഴാണ് നമ്മളിവിടുന്ന് ഓൾറെഡി ചെക്ക് ഔട്ട് ചെയ്തു. പിന്നെ മിക്കുവിന് കിഡ്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ഞാനും എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തു.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. Until then, bye bye. Bye. Bye bye. Bye പറയൂ guys. Bye പറഞ്ഞടാ. Bye പറയൂ. Bye പറയൂ. Like, share, subscribe, comment. Subscribe to comment. അത് നമ്മളല്ല, വേറെ ആളത്. അത് നമ്മളെ വണ്ടിയല്ല. നമ്മൾ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ സ്റ്റേക്കേഷൻ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറയും. You Lord, oh Lord.